നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 609 609. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 609 103 സർഗത്തിലെ 17ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് രചകൻ, തുന്നൽക്കാരൻ, സുദാമ മുതലായിട്ടുള്ളവർക്ക് ഭഗവാൻ അനുഗ്രഹം ചൊരിയുന്ന ഭാഗം. അപ്പോൾ 17ാമത്തെ ശ്ലോകം പാവങ്ങളെ വിളിച്ച് അമ്പാർന്നേകിനാൻ പത്മലോചനൻ, ഓണപ്പുടവയും ചുറ്റി നിന്ന് കൈകൂപ്പിയേവരും സന്തോഷമാർന്നുകൊണ്ട് ഉണ്ണിത്തമ്പുരാന്മാർ ജയിക്കണം എന്ന് ആശിസ് ചെയ്തു, അതായത് അനുഗ്രഹിച്ചു. ഇവിടെ പല കാര്യങ്ങളുമുണ്ട്. എന്താ പല കാര്യങ്ങളും? ഒന്നാമത്, മറ്റുള്ളവർക്ക് രാജകീയ ആഡംബരത്തോട് കടപിടിക്കുന്ന വസ്ത്രങ്ങൾ ഇല്ലാത്തവന് കൊടുക്കണമെന്ന്. അല്ലാണ്ട് ഇല്ലാത്തവന് എന്ന് പറഞ്ഞിട്ട് വില കുറഞ്ഞതുണ്ടോ എന്ന് ചോദിച്ചാൽ ഈശ്വരകോപം ഉണ്ടാവും. കാരണം ഈശ്വരൻ സമഭാവനയാണ് പ്രഡിക്റ്റ് ചെയ്യുന്നത്, അഡ്വൈസ് ചെയ്യുന്നത്. ഭേദബുദ്ധി ഉണ്ടാവാൻ പാടില്ല. ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ എന്നുള്ള ഭേദബുദ്ധി ഉണ്ടാവരുത്. അപ്പോൾ അവരെന്ത് ചെയ്തു? ഇനിയിപ്പോൾ നമുക്ക് ഓണപ്പട കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം? കൈകൂപ്പി അവർക്ക് ആശിസ് അർപ്പിക്കണം. അല്ല ചുമ്മാ കക്ഷത്ത് വെച്ച് സന്തോഷം കേട്ടോ പണ്ട് പോരുത്. അപ്പോൾ ഇങ്ങനെ ഈ ഭാരതീയ സംസ്കാരത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള അനേകം ലക്ഷം ഉപദേശങ്ങളുടെ ഒരു ഭാണ്ഡാകാരാണ് ഏത് ഭാഗവതം എന്ന് പറഞ്ഞത്. പിന്നെ അതിൻ്റെ ശേഷം അപ്പോൾ സന്തോഷമാർന്നുകൊണ്ട് ഉണ്ണിത്തമ്പുരാന്മാർ ജയിക്കണം എന്നോതി നിർനിമേഷന്മാർ മിന്നും ശ്രീ മുഖപങ്കജം. ഭഗവാന്റെയും ബലറാമൻ്റെയും മുഖപങ്കജം, താമര സദൃശമായിട്ടുള്ള മുഖം കണ്ടുകൊണ്ട് നോക്കിയേ നിൽക്കും കാഴ്ച കണ്ടു മോദിച്ചു സർവരും. എല്ലാവരും വഴി കൂടെ പോണവരൊക്കെ ഈ രണ്ട് കുട്ടികൾ അവസരോചിതമായിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് കൈയടിക്കാൻ തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ, നോക്കിയേ നിൽക്കും കാഴ്ച കണ്ടു മോദിച്ചു സർവരും. പിന്നീട് തുന്നൽക്കടയിൽ ചെന്നു കയറി മനോഹരൻ. അവിടുന്ന് കുറച്ച് നേരം നടന്നപ്പോൾ ഒരു തുന്നക്കട കണ്ടു. എന്തായാലും ശരി, തുന്നക്കടക്കാരനെ ഒന്ന് പരീക്ഷിച്ചളാം അല്ലെങ്കിൽ അനുഗ്രഹിച്ചളാം എന്ന് പറഞ്ഞാൽ കയറിയത്. പല നിറത്തിലും തൂങ്ങും പുത്തൻ തരം ഉടുപ്പുകൾ, പൊടിപ്പും തൊങ്ങലും ചെണ്ടും കസവും മറ്റുള്ളവ. പല നിറത്തിലും തൂങ്ങും പുത്തൻ ഉടുപ്പുകൾ, പൊടിപ്പും തൊങ്ങലും ചെണ്ടും കസവും മറ്റുമുള്ളവ കണ്ടു കൗതൂഹലം പൂണ്ടു ചോദിച്ചാൻ കമലാവരൻ. അവിടെ കമലാവരൻ എന്ന് പറഞ്ഞാൽ, കമല എന്നുള്ളതിന് കമലം എന്ന് പറഞ്ഞാൽ താമരയാണ്, കമല എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മി എന്നാണ്. അപ്പോൾ മഹാലക്ഷ്മിയെ വരിച്ചവൻ കമലാവരൻ. ഇതെന്തുടുപ്പാം പെട്ടെന്ന് തുന്നൽക്കാരനേറ്റുടൻ. ഇത് എന്തുടുപ്പാണ് എന്ന് ചോദിക്കുന്നതിൻ്റെ മുമ്പ് ചാടി എഴുന്നേറ്റു. ആരെ? തുന്നൽക്കാരൻ. പീഠങ്ങൾ കൊണ്ടുവന്നെല്ലാവരെയും പ്രീതിപൂർവകം ഇരുത്തി ചൊല്ലിനാൻ, മല്ലന്മാർക്ക് വേണ്ടി ഇതൊക്കെയും. നാളെ മല്ലയുദ്ധക്കാർക്ക് അണിയാനുള്ളതാണ് ഇത്. അതിൻ്റെ മുമ്പ് അദ്ദേഹം എന്ത് ചെയ്തു? എല്ലാവർക്കും ഇരിക്കാൻ ആസനങ്ങൾ, പീഠങ്ങൾ കൊണ്ട് നേരത്തെ ഇരിക്കാൻ പറഞ്ഞു. അതൊരു ഗുണപാടാ. നമ്മുടെ വീട്ടിൽ എത്ര ആൾ വന്നു അവരേനൊക്കെ പിടിച്ച് ഇരുത്താൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അത് ചിലവരുണ്ട്, വയസ്സിൽ മൂത്ത ആൾക്കാരുണ്ടല്ലോ, അവരുടെ ഒപ്പം എങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞ് നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം? ഇവരുടെ പിന്നിൽ, ഈ മൂത്ത ആൾക്കാരുടെ പിന്നിൽ സ്റ്റൂളോ കസാല ഇട്ട് കൊടുക്കണം. അതൊക്കെ നമ്മുടെ മൈൻഡ് സെറ്റിൽ ഉണ്ടാവണം.
പീഡങ്ങൾ കൊണ്ടുവന്നെല്ലാവരെയും പ്രീതിപൂർവകം ഇരുത്തി ചൊല്ലിനാൻ. മല്ലന്മാർക്കു വേണ്ടി ഇതൊക്കെയും പുത്തനായി തീർന്നതാണ്. ഉണ്ണിത്തമ്പുരാന്മാർക്കിതെത്രയും യോജിപ്പുണ്ടാം. അദ്ദേഹം എടുത്ത വാക്കിന് ഒരു കാര്യം പറഞ്ഞു, ഇത് പഴതല്ല പുതുതാണ്. അതെ, പഴതെങ്ങനെ ഭഗവാന് കൊടുക്കുക? പുത്തനായി തീർത്തതാണ്. ഉണ്ണിത്തമ്പുരാന്മാർക്കിതെത്രയും യോജിപ്പുണ്ടാം. ക്ഷണം തുന്നി തരാം രണ്ടാൾക്കും രണ്ടിനും. അത് അതിലേറെ വലിയ ഉപദേശങ്ങളാണ്. രണ്ടാൾക്കും രണ്ടിനം. കാരണം കൃഷ്ണൻ്റെ മാച്ച് അല്ല ബലരാമൻ്റെ മാച്ച്, കളർ കോമ്പിനേഷൻ. അതിനനുസരിച്ചിട്ടുള്ളത് ഇത് മല്ലന്മാർക്ക് എന്ന് പറഞ്ഞത് ഇനി ഭഗവാന്മാർക്ക് കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് രണ്ടാൾക്ക് ഞാൻ പുതുത് തുന്നിത്തരാം. യു സീ ദി പെർസെപ്ഷൻ ഇൻ ദി മൈൻഡ് അബൌട്ട് ദി ആൾമൈറ്റി. നമ്മളിതിങ്ങനെ ചുമ്മാ വായിച്ചു പോയിട്ട് എന്താ കാര്യം? അത് ആസ്വദിക്കാൻ സാധിക്കണം. അത് ആസ്വദിക്കുന്നത് ഭക്തഹൃദയങ്ങൾക്ക് ഇറങ്ങി ഒരു ഒരു ആനന്ദമാകുന്ന അമൃതം സ്വീകരിക്കാൻ സാധിച്ചുവോ? ഐ ആം ദി ബ്ലെസ്ഡ്. അത്രയേ ഉള്ളൂ. അപ്പോൾ യോജിപ്പുണ്ടാം. ക്ഷണം തുന്നിത്തരാം രണ്ടാൾക്കും രണ്ടിനം. ചങ്ങാതിമാർമുഖം വിശ്വപാലകൻ മെല്ലവേ നോക്കവേ. അപ്പം രണ്ടെണ്ണം തുന്നിത്തരാന്ന് പറഞ്ഞാൽ ഈ ഒപ്പം വന്ന ഒരു 5-6 ആൾക്കാരുണ്ടല്ലോ, 5-6 ആൾക്കാരുണ്ട്. ചങ്ങാതിമാർ മുഖം വിശ്വപാലകൻ മെല്ലെ നോക്കവേ തുന്നിച്ചു കൊള്ളാൻ കൈക്കൂപ്പിയോ ദിനാൻ മതിമാനവൻ. അതാണ് അവിടെ വേറൊരു ഉപദേശമുണ്ട്. എന്താ? കൂടെ ഉള്ളവർക്ക് നീരസാണ്, അത്രയും സമയം അവിടെ ഇരിക്കാൻ അവർക്ക് താല്പര്യമില്ല എന്ന് അവരുടെ മുഖത്ത് റീഡ് ചെയ്യാൻ പറ്റി വിചാരിച്ചാൽ ഇദ്ദേഹത്തിനെ പോലെ മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റുന്ന ആളുണ്ടോ? ഇല്ല. എല്ലാവരുടെ മനസ്സിലും ഇദ്ദേഹമാണ് ഇരിക്കണത്. കൂടസ്ഥൻ അന്തര്യാമി സർവജീവ ഗുഹാശൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. കാരണം അവരുടെ ഉള്ളിൽ എന്താ ഇഷ്ടം? ഞങ്ങൾക്ക് തുന്നി തന്നില്ലെങ്കിൽ ഇനി പഴതാണെങ്കിലും ഒന്നും കുഴപ്പമില്ല, നിങ്ങൾക്ക് രണ്ടാളും നിങ്ങൾ അർഹിക്കുന്ന കൂട്ടത്തിലുള്ള 2 തൊപ്പി ഉണ്ടായാൽ അതൊരു കൗതുകമുള്ള കാര്യമാണ് എന്ന് ഇദ്ദേഹം റെഡി ചെയ്തെടുത്തു. തുന്നിച്ചുകൊള്ളാൻ കൈക്കൂപ്പി ഓതിനാൻ മതിമാനവൻ. തുന്നക്കാരനെ തൊഴുതുകൊണ്ട് പറഞ്ഞു. ഓ എന്നാ ശരി, ആയിക്കോട്ടെ. തയ്യാറുടനെ ഏവർക്കും ഉടുപ്പുകൾ മനോഹരം. തയ്യാറായി ഉടനെ ഏവർക്കും ഉടുപ്പുകൾ. എല്ലാവർക്കും ഉടുപ്പുകൾ അദ്ദേഹം തുന്നി കൊടുത്തു. മനോഹരം അണിയിച്ചാനവൻ ധന്യൻ. മിന്നീ രണ്ടാളും എത്രയും. ഇവിടെ ഒരു കഥ പറയണം. എന്താ കഥ? ആരാണ് ഈ തുന്നക്കാരൻ? എവിടെ ഞാൻ വളരെ എക്സ്പെർട്ട് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ള കഥയാണ്. എനിക്കൊരു വിശ്വാസമുണ്ട്. രാമലക്ഷ്മണന്മാർക്ക് ശ്രീരാമൻ്റെ അയോധ്യയിലത്തെ യുവരാജകുമാരനായിട്ട് ദശരഥ മഹാരാജാവ് യുവരാജാവിനെ അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചു. അന്ന് തലേദിവസമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതും കൈകേയിയുടെ വാക്ക് കേട്ട് 14 വർഷം വനവാസം വേണമെന്നൊക്കെ പറഞ്ഞത്. അന്ന് അയോധ്യത്തെ തുന്നക്കാരൻ ഇവർക്ക് രണ്ടാൾക്കും പറ്റിയ, കാരണം രാമൻ്റെ ഒപ്പം ലക്ഷ്മണൻ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ രാമനും ശ്രീരാമനും ലക്ഷ്മണകുമാരനും പറ്റിയ 2 ഉടുപ്പ് ഉടുത്തു, തുന്നി. പക്ഷെ അത് ഉപയോഗിക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ ക്രെഡിറ്റ് ആ തുന്നക്കാരന് കൊടുക്കാൻ സാധിച്ചില്ല. ഭഗവാൻ എന്ത് ചെയ്തു? ഈ ദ്വാപര യുഗത്തിൽ കംസവധത്തിന് പോണതിൻ്റെ മുമ്പ് രാജധാനിയുടെ പാതയിൽ, അല്ലെങ്കിൽ കംസരാജാവിൻ്റെ തുന്നക്കാരനായിട്ട് ഇയാളേനെ വിധിപ്രകാരം, ഇയാളുടെ തലവിധി പ്രകാരം അപ്പോയിൻ്റ് ചെയ്യുക ചെയ്തത്. അപ്പോൾ ഇന്ന് തനിക്ക് വളണ്ടറിലി ആയിട്ട് തനിക്ക് മേട്ടനും ഉടുപ്പും തൊപ്പിയും മറ്റുള്ള ചങ്ങാതിമാർക്കൊക്കെ ഉടുപ്പും കൊടുത്തതോടുകൂടി അവനെ ഭഗവാൻ അനുഗ്രഹിക്കുകയാണ്. ഇതാണ് നമ്മൾ ക്ലച്ച് പിടിക്കേണ്ടത്. ഭാഗവതം പഠിക്കുമ്പോൾ നമ്മളിതൊക്കെ പഠിക്കണം.
അപ്പോൾ തയ്യാറായുടനെ വർക്കം മുടുപ്പുകൾ മനോഹരം അണിയിച്ചാനവൻ ധന്യൻ മിന്നീരണ്ടാളും എത്രയും പട്ടം ചാർത്തി വിളങ്ങിയിടും ആനക്കുട്ടികൾ പോലവേ. പട്ടം എന്ന് പറഞ്ഞാൽ ആനപ്പട്ടം എന്ന് പറഞ്ഞാൽ പിന്നെ ആനയുടെ മുഖത്ത് ഇല്ലേ സ്വർണ്ണ പിന്നെ അങ്ങനെ അതിൽ എന്താണെന്നാ പറയുക, പല ഗോളകൾക്കും അർത്ഥമുണ്ടെന്നാണ് പറഞ്ഞത്. സൗരയൂഥത്തിലുള്ള നക്ഷത്രങ്ങളാണ്, അതിലുള്ള ചന്ദ്രക്കലകൾ, വാട്ട് നോട്ട്, അതിലുള്ള പിന്നെ പ്രധാന ഗ്രഹങ്ങൾ ഒക്കെ ഉണ്ട് ഈ ആനയുടെ തലക്കെട്ടിൽ. അപ്പോൾ പട്ടം ചാർത്തി വിളങ്ങിയിടും ആനക്കുട്ടികൾ പോലവേ കണ്ണാടി നോക്കി എല്ലാവരും ശരി തന്നെ അതൊക്കെയും ഊരി പൊതിഞ്ഞു തൃക്കൈയിൽ വെച്ചു വിഷയിക പാലകൻ. അപ്പോൾ ടൈലർ കൊടുത്തത് ഇട്ടു, കണ്ണാടിക്ക് നോക്കി നന്നായി, അത് ഊരി കയ്യിൽ പൊതിഞ്ഞു വെച്ചു, നാളേക്ക് ആവട്ടെ. ഊരി പൊതിഞ്ഞു തൃക്കൈയിൽ വെച്ചു വിഷയിക പാലകൻ വിലയെന്തെന്നു ചോദിക്കേ ചൊല്ലി വിനയവാരിധി. അവിടെയാണ് എന്താണ് ഇതിന് വില എന്ന് ചോദിച്ചു. അത് ചോദിക്കണം. ദാനം കിട്ടിയതാണ്, ദാനം ആണെന്ന് വിചാരിക്കരുത്. നമ്മൾ കൊടുക്കാൻ തയ്യാറാവണം. വില എന്തെന്നു ചോദിക്കേ ചൊല്ലി വിനയവാരിധി. സമുദ്രം പോലെ വിനയുള്ളവൻ. ആര്? തുന്നക്കാരൻ. അതൊന്നമ്പാർന്നണിഞ്ഞപ്പോൾ അടിയൻ കൃതകൃത്യനായി. ഹരേന്ന് എഴുതി വെച്ചു ഞാൻ ആദ്യം വായിച്ചപ്പോൾ. അതൊന്ന് അമ്പാർന്ന് അണിഞ്ഞപ്പോൾ അടിയൻ കൃതകൃത്യനായി. ആരാ പറഞ്ഞത്? തുന്നക്കാരൻ പറയണേ. അങ്ങ് ഇവിടെ വന്നു, ഇതെന്താ ചോദിച്ചു, അതിനുത്തരം പറഞ്ഞു. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല, ഞാൻ നിങ്ങൾക്ക് ഇതേപോലെ തുന്നിത്തരാം എന്നാണ് പറഞ്ഞത്. അത് ഞാൻ നിങ്ങളുടെ വൈശ്യന്മാർക്ക്, നിങ്ങളുടെ രണ്ടുപേരുടെയും സതീർത്ഥ്യന്മാർക്കും ഏർപ്പാട് ചെയ്തു. അങ്ങ് അത് ഊരി എന്നെ കാണിച്ചപ്പോൾ തന്നെ ഞാൻ കൃതകൃത്യനായി എന്ന് പറഞ്ഞെന്താ, ഭഗവാന് കൊടുക്കാനുള്ളത് കൊടുക്കണം, അവിടെ അലംഭാവം പാടില്ല. അപ്പോൾ കൃതകൃത്യനായി എന്ന് പറയാൻ കാരണം എന്താ, അന്ന് നടക്കാതെ കണ്ടു പോയത് ഇപ്പോൾ കൃതകൃത്യനായി. തിരുവുള്ളത്തിലൊന്നോർമ്മ ഉണ്ടാവാൻ ദയ ചെയ്യണം. ഈ കഥ പറഞ്ഞിട്ട് എനിക്കറിയില്ല. തിരുവുള്ളത്തിൽ ഒന്നോർമ്മയുണ്ടാവാൻ ദയ ചെയ്യണം, അവിടുന്ന് ഞങ്ങൾ തൻ പൊന്നു തമ്പുരാനാം മഹാപ്രഭു. അങ്ങ് ആരാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങന്ന് എൻ്റെ ഉടയ തമ്പുരാനാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നതാണ്. അപ്പോൾ തുന്നക്കാരൻ മോശക്കാരനാണോ? അല്ല. തിരുവുള്ളത്തിലൊന്നോർമ്മയുണ്ടാവാൻ ദയ ചെയ്യണം, അവിടുന്ന് ഞങ്ങൾ തൻ പൊന്നു തമ്പുരാനാം മഹാപ്രഭു. സ്വന്തം പ്രജകളാണ് എന്നും അടയങ്ങൾ കഥേ മതി. അവിടേക്ക് എത്തിയില്ലേ? ഇപ്പോൾ അന്നും ഞങ്ങൾ പ്രജകളാണ്, ഇന്നും ഞങ്ങൾ അങ്ങയുടെ പ്രജകളാണെന്നാണ് പറഞ്ഞത്. മഹാവിഷ്ണുവിൻ്റെ, ശ്രീരാമൻ്റെ, ശ്രീകൃഷ്ണൻ്റെ പ്രജകളാണ്. ബലം അപ്പോൾ സ്വന്തം പ്രജകളാണെന്നും അടിയങ്ങൾക്ക് അതേ മതി. ഭഗവാൻ അലിവാർന്നപ്പോൾ തന്നെ താരുണ്യവായ്പൊടും ബല ഐശ്വര്യ ഭക്തിയാദി നൽകിനാൻ പിന്നെ മോക്ഷവും. എന്തൊക്കെയാണ് കൊടുത്തത് ഭഗവാൻ? ആവശ്യക്കാരന് എന്താ ആവശ്യം അത് കൊടുക്കാൻ തയ്യാറാണ്. ചോദിച്ചാൽ മതി. എങ്ങനെ? പ്രവൃത്തി കൊണ്ട് ചോദിച്ചാൽ മതി. അപ്പോൾ ഭഗവാൻ അലിവാർന്നപ്പോൾ തന്നെ താരുണ്യവായ്പോടും, അയാളുടെ വൈക്ലഭ്യങ്ങളൊക്കെ പോയി, താരുണ്യവായ്പോടും ബലം ഐശ്വര്യം ഭക്തിയാദി നൽകിനാൻ പിന്നെ മോക്ഷവും. സുധാമ അതോടുകൂടി കഴിഞ്ഞു. ഇനി സുധാമാവെന്നു പേർ കൊണ്ട മഹാഭക്ത ശിരോമണി. സുധാമാവെന്നു പേർ കൊണ്ട മഹാഭക്ത ശിരോമണി. രാജമാർഗത്തിൽ നിന്നൊട്ടു വിദൂരം താമസിപ്പവൻ. കുറച്ച് ദൂരത്താണ് മൂപ്പര് താമസിക്കുന്നത്. സഖാക്കളും ജ്യേഷ്ഠനുമൊത്ത് അമ്പിയെന്നു മഹാപ്രഭു എഴുന്നള്ളുവതായി കേട്ട്. കുറച്ച് ദൂരത്താണ്. മാലാകാരൻ, മാലുണ്ടാക്കി വെക്കലാണ് അദ്ദേഹത്തിൻ്റെ ജോലി. ഇത് അദ്ദേഹം കേട്ടു. ഇതാ ഇങ്ങനെ വൃന്ദാവനത്തിൽ നിന്ന്
ഗോകുലേശ്വരൻ, ഗോകുലത്തിൻ്റെ ഈശ്വരനായി ദേവാദിദേവനായിരിക്കുന്ന ശ്രീകൃഷ്ണൻ ഏട്ടനോടുകൂടി ഇതാ വരണു. നാളെ ധനുര്യാഗം കാണാൻ രാജാവ് അക്രൂരനെ ഏൽപ്പിച്ച് രഥം വന്നു, ഇതാ വരണു എന്ന് മനസ്സിലാക്കി അദ്ദേഹം. അപ്പോൾ സഖാക്കളും ജ്യേഷ്ഠനും ഒത്ത് അമ്പി അന്നു മഹാപ്രഭു എഴുന്നള്ളുവതായി കേട്ട് സന്തോഷം മലതല്ലുവോൻ അത്യന്തം മഴകാർന്നീടും ഓരോരോ ഉണ്ടമാലകൾ, വനമാലകൾ, ഓരോരോ ഉണ്ടമാലകൾ. അത്യന്തം മഴകാർന്നീടും ഓരോരോ ഉണ്ടമാലകൾ ഏവർക്കും ചേർത്തുവാൻ കെട്ടിത്തീർക്കുവാൻ ധൃതി പൂണ്ടവൻ. ഇത് കേട്ടപ്പോഴേക്കും എങ്ങനെയെങ്കിലും നല്ല 2 ഉണ്ടമാല കെട്ടാനുള്ള തന്ത്രപ്പാടിലായിരുന്നു. കാരണം ഈ ഉണ്ടമാലയ്ക്ക് പൂക്കൾ ജാസ്തി വേണം. അങ്ങനെയാണ് സാധാരണ ഒരു 100 മാല, നിറമാലയ്ക്ക് ഒരു 100 മാല പൂവ് 2 ഉണ്ടമാലയ്ക്ക് വേണം. നിറമാല എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയതൊരു 3 അടിയെങ്കിലും നീളം വേണമെന്നാണ് കണക്ക്. 3.25 അടി എന്നാണ് പറയുക, മനസ്സിലായില്ലേ? അപ്പോൾ അതിങ്ങനെ പൂവ് ഇടയ്ക്കിടയ്ക്കിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വലിക്കും, കീഴ്പൊട്ടാക്കിയാൽ അത് കറക്റ്റായിട്ട് അതിൻ്റെ സർക്കംഫറൻസ് ഉണ്ടായിട്ട് ഒരലിൻ്റെ അത്ര വലുപ്പുണ്ടാവും ഉണ്ടാവാല ഖനം. ഭക്തി അപ്പോൾ പറഞ്ഞു ഏവർക്കും ചാർത്തുവാൻ കെട്ടി തീർക്കുവാൻ ധൃതി പൂണ്ടവൻ. കൂട്ടത്തിലുള്ളവർക്കുള്ളതും സാധാരണ മാല, ഇവർക്ക് 2 ആൾക്കും ഉണ്ടമാലകൾ. ഭക്തിജ്ഞാനങ്ങൾ ചിന്നും തന്നുൾ പൂവെന്നതു മാതിരി. ഭക്തി മാത്രമാണോ? ഭക്തി ജ്ഞാനങ്ങൾ എന്ന് പറഞ്ഞാൽ ജ്ഞാന വൈരാഗ്യം എന്നും കൂടി ചേർക്കണം നമ്മൾ. ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങൾ ചിന്നും തന്നുൾ പൂവെന്നതു മാതിരി സദ്വാസന പൊഴിച്ചിടും. സദ്വാസന 2 അർത്ഥമുണ്ട്. അയാൾക്ക് മാല കെട്ടി കൊടുക്കണമെന്ന് തോന്നിയത് സദ്വാസനയാണ്. പിന്നെ മാലയിലുള്ള പൂവിൽ നിന്ന് വരുന്നത് സദ്വാസനയാണ്. എങ്ങനെ വേണമെങ്കിലും എടുക്കാം. സദ്വാസന പൊഴിച്ചിടും പൂക്കൾ കൊണ്ട് മഹാമതി വലിയ മനസ്സുള്ളവൻ തീർന്നട്ടിയായി വെച്ച് എല്ലാവർക്കും ഒന്നിനോടും മേലെങ്ങനെ അട്ടിയായി വെച്ച് മുകിൽ വർണ്ണനെ വാഴ്ത്തവേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ എന്നിങ്ങനെ വാഴ്ത്തവേ കയറി ചെന്നു തൻ മുമ്പിൽ കമലായതലോചനൻ അത് കയറി ചെന്നു. പരിഭ്രമിച്ചെഴുന്നേറ്റു പരമാനന്ദ വിഹ്വലൻ. തൻ്റെ കടയിലേക്ക് വന്നോടുകൂടി പരിഭ്രമിച്ചെഴുന്നേറ്റു പരമാനന്ദ വിഹ്വലൻ നമസ്കരിച്ചു സാഷ്ടാംഗം. ഹാരം അണിയാൻ യോഗ്യനായിട്ടുള്ളവനെ ഹാരം അണിയിക്കുന്നതിന് മുമ്പ് നമസ്കരിക്കണമെന്നാ. നമസ്കരിച്ചു സാഷ്ടാംഗം തൃപാദകമലങ്ങളിൽ പീഠങ്ങൾ കൊണ്ടുവന്ന് എല്ലാവരെയും ഭക്തിപൂർവകം. എങ്ങനെയെങ്കിലും ഇരിക്കാനല്ല പറഞ്ഞത്, ഭക്തിപൂർവം. ഇവിടെ എനിക്ക് നിങ്ങളോട് ഒരു ഹൈ ക്വാളിറ്റി ആചരണം പറയണമെന്ന് തോന്നി പെട്ടെന്ന്. പല പൂജകൾക്കും നമ്മൾ കാണാറുണ്ട്, പൂജകൻ വിളക്കിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ പത്മത്തിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കും. ഈ വാൽപ്പലക എന്ന് പറഞ്ഞാൽ അത് വാല് കൂർമെന്നാണ് അതിൻ്റെ സങ്കല്പം. ബ്രാഹ്മണൻ പൂജ ചെയ്യുമ്പോൾ എപ്പോഴും വാൽപ്പലകയിൽ ഇരിക്കണം. അത് കാലുകൊണ്ട് തട്ടി നേരാക്കും, ചെയ്യാൻ പാടില്ല. വലിയ പാപമാണത്. ഈ യൂട്യൂബൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ വിവരമുള്ളവരുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കണില്ല, അല്ലെങ്കിൽ അവർക്കത് സാരമില്ല എന്ന് തോന്നുകയാണ്. സാരാക്കണത്. നമ്മുടെ വീട്ടിലൊക്കെ പൂജയുള്ളപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ പറഞ്ഞു അപ്പോൾ പീഠങ്ങൾ കൊണ്ടുവന്നെല്ലാവരെയും ഭക്തിപൂർവകം യഥോചിതം ഇരുത്തി താൻ പൂജിച്ചാൻ പുണ്യവാരിധി തൃപ്പാദതീർത്ഥം ഈ ഗേഹം തന്നിൽ വീഴുക കാരണം. അദ്ദേഹത്തിൻ്റെ
കുടിസായിട്ടുള്ള മുറി, അതിന് പിന്നിലുള്ള വീട്. അപ്പോൾ തൃപ്പാദതീർത്ഥം ഈ ഗേഹം തന്നിൽ വീഴുക കാരണം പിതൃക്കളും ദേവകളും ഋഷിമാരും പ്രസന്നരായി. എന്താണ് കാരണം? ഋഷീശ്വരന്മാരും മുനികളും ബാക്കിയുള്ള ഋഷികളൊക്കെ ഭഗവാനെയാണ് പൂജിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ പാദതീർത്ഥം 4 ഭാഗത്തുമായാൽ ഭഗവാനെ നമസ്കരിക്കുന്നവരുടെ ഒക്കെ പുണ്യം നമുക്ക് കിട്ടുന്ന ഈ ഭാവനയാണ് നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് പിന്നിൽ വേണ്ടത്. തൃപ്പാദതീർത്ഥം ഈ ഗേഹം തന്നിൽ വീഴുക കാരണം പിതൃക്കളും ദേവകളും ഋഷിമാരും പ്രസന്നരായി. ഇത്രയും കൃപയാർക്ക് ഉണ്ടാം. എൻ്റെ ഈ കടയിലേക്ക് കയറി വരണം എന്ന് ഭഗവാന് തോന്നിയത് എന്നോടുള്ള വാത്സല്യമല്ലേന്നാ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. മാലാകാരൻ സുധാമാവിനെ, ഇനി ഭാഗവതം ശ്രീകൃഷ്ണചരിതം കഴിയണവരെ സുധാമാവുണ്ട്. അവസാനമാണ് കുചേല. അതാണ് ഈ സുധാമാവാണ് കുചേലൻ. അദ്ദേഹമാണ് ഇനി സാന്ദീപിനി ആശ്രമത്തിൽ പോകുമ്പോൾ കൂടെ ഉണ്ടാകാൻ പോകുന്ന ആൾ, അല്ലെങ്കിൽ അവിടെ ഉണ്ടാവും. തൃപ്പാദതീർത്ഥം ഈ ഗേഹം തന്നിൽ വീഴുക കാരണം പിതൃക്കളും ദേവകളും ഋഷിമാരും പ്രസന്നരായി. ഇത്രയും കൃപയാർക്ക് ഉണ്ടാം വിശ്വവാത്സല്യവാരിധേ. വിശ്വവാത്സല്യവാരിധ, അതിൻ്റെ അർത്ഥം എടുത്ത ഒന്നില്ല. പണം പഠിപ്പ് കുലം ഈ വക അല്ല അർഹമാം വിധം. ഇത് നമുക്കുള്ളൊരു ഉപദേശമാണ്. പണം പഠിപ്പ് കുലം ഈ വക അല്ല അർഹമാം വിധം. ഈശ്വരാനുഗ്രഹത്തിന് പണം പഠിപ്പ് കുലമല്ല. വില കാൺമത് ഈ ഭക്തിയൊന്നിനാം ദീനവത്സല. ദീനന്മാരിൽ വാത്സല്യമുള്ള ഭഗവാൻ എന്തുണ്ടായാൽ മതി? ഭഗവാനോട് ഭക്തി ഒന്നിനാം. ഭക്തി ഒന്ന്, അത് നമ്മളെക്കാൾ നമ്മുടെ ഭക്തിയെ പറ്റിയിട്ട് ആർക്കറിയാം? അവരവരുടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ചൈതന്യത്തിന്. അല്ലാണ്ട് ഗുരുവായൂരമ്പലത്തിലെ എന്താണെന്നാ പറയുക, ശ്രീലകത്തുള്ള കൃഷ്ണൻ്റെ കാര്യമല്ല. ഓരോ ജീവജാലങ്ങളുടെയും ഉള്ളിൽ ഹൃദയസ്ഥനായിട്ടിരിക്കുന്നത്. വില കാൺമതു നീ ഭക്തി ഒന്നിനാം ദീനവത്സല. അങ്ങ് വില കൽപ്പിക്കുന്നത് ഭക്തിക്കാണെന്ന് എനിക്കറിയാമെന്നാണ് പറഞ്ഞത്. ഈ വണ്ണം മോദിയവർക്കും ചാർത്തി നിന്നു ഉണ്ടമാലകൾ. എല്ലാവർക്കും ഉണ്ടമാലകളല്ലേ? അപ്പോൾ ഈ വണ്ണം മോദിയവർക്കും ചാർത്തി നിന്നു ഉണ്ടമാലകൾ കൈകൂപ്പിയോതിനാൻ. ഇന്ന് ജന്മസാഫല്യമേന്തിനേൻ. എൻ്റെ ജന്മം സഫലമായി. എൻ്റെ ജന്മം ഇന്ന് സഫലമായി. ഞാൻ കൃതകൃത്യനായി. കൈകൂപ്പി ഓതിനാൻ ഇന്നു ജന്മസാഫല്യം എന്തിനേൻ. ചാർത്തേണ്ടതിക്കിൽ ചാർത്തിച്ചേൻ. ചാർത്തേണ്ടതിക്കിൽ ചാർത്തിച്ചേൻ. ആർക്കാണ് മാലകൾ ചാർത്തേണ്ടത്? അവർക്ക് ഞാൻ മാലകൾ ചാർത്തി. ചാർത്തേണ്ടതിക്കിൽ ചാർത്തിച്ചേൻ. ഇന്ന് ഈ മാലങ്ങളൊക്കെ ഞാൻ അടിയന് ഇനി ചെയ്യേണ്ടും ആജ്ഞയൊന്നരുളിയിടണം. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? അങ്ങ് പറഞ്ഞാൽ മതിനാ. അടിയൻ ഇനി ചെയ്യേണ്ടും ആജ്ഞയൊന്നരുളിയിടണം. അതാണ് മർത്യജന്മത്തിൽ വലുതായൊരനുഗ്രഹം. ഭക്തൻ ചാർത്തിച്ച മാലങ്ങളണിഞ്ഞ് വിലസം വിഭു വരം വാങ്ങുവതിന് ആജ്ഞ നൽകിനാൻ കരുണാനിധി. വരം എന്താ വേണ്ടത് ചോദിച്ചോളൂ. ഭക്തൻ ചാർത്തിച്ച മാലങ്ങൾ അണിഞ്ഞു വിലസും വിഭു വരം വാങ്ങുവതിന് ആജ്ഞ നൽകിനാൻ കരുണാനിധി. ഭഗവത് ശരണാം ഭോജഭക്തിയും ഭക്തമൈത്രിയും. എന്താ അദ്ദേഹം പറഞ്ഞത്?
കനകക്കൊട്ടാരം വേണം പറഞ്ഞോ? ഓണം ബമ്പർ അടിക്കണമെന്ന് പറഞ്ഞോ? ഇല്ല. എനിക്ക് വീടില്ല അങ്ങനെ പറഞ്ഞോ? ആഹാരം, കുട്ടികളുടെ കല്യാണം ഒന്നും പറഞ്ഞില്ല. ഭഗവത് ശരണാം ഭോജഭക്തിയും, ഭഗവാനെ അങ്ങയുടെ തിരുവാദ പത്മത്തിനോടുള്ള ഭക്തി വേണം. ഭക്തമൈത്രിയും, ഭക്തന്മാർ, എനിക്ക് ആരോടും അസൂയ ഉണ്ടാവരുത്, എല്ലാവരോടും എനിക്ക് മൈത്രി ഉണ്ടായിരിക്കണം. ഭഗവത് ശരണാം ഭോജഭക്തിയും ഭക്തമൈത്രിയും ഭൂതകാരുണ്യവും ഉടൻ, ജീവജാലങ്ങളെ ഹനിക്കാതെ കണ്ട് എല്ലാവർക്കും എന്നെ കൊണ്ടാവണം കൊടുത്തൽ ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ, അല്ലെങ്കിൽ 2 വറ്റ് കൊടുക്കാൻ. ഭൂതകാരുണ്യവും ഉടൻ വാങ്ങി പരമഭാഗ്യവാൻ. പരമഭാഗ്യവാൻ ഏറ്റവും ഉയർന്ന സ്ഥിതിയിലുള്ള വരങ്ങളാണ് ചോദിച്ചത്. മുമ്പുതാൻ അവയുണ്ടെന്ന് കൽപ്പിച്ച് അംബോജലോചനൻ, മുമ്പുതാൻ അവയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയണു. കൃഷ്ണൻ നെഞ്ഞത്ത് കൈവച്ചിട്ട് പറയാ, മുമ്പുതാൻ അവ ഉണ്ടെന്ന് കൽപ്പിച്ചു, എനിക്കറിയാം നീ ആഗ്രഹിച്ചതൊക്കെ നിനക്കുണ്ട്, അതുകൊണ്ടാണ് നീ ഞങ്ങളെ ഇങ്ങനെ സ്വീകരിച്ചതെന്നാ. എഴുതാപ്പുറം വായിക്കാന്ന് പറയുന്നതിന്, എഴുതാപ്പുറം വായിക്കണം. മുമ്പുതാൻ അവയുണ്ടെന്നു കൽപ്പിച്ച് അംബോജലോചനൻ തൽക്കാലം ഏവരും കണ്ടു സന്തോഷിച്ചുല്ലസിക്കുവാൻ, ആയുസ്സും ബലവും പേരും സമ്പത്തും വംശപുഷ്ടിയും സൗന്ദര്യവും കനിഞ്ഞേകി എഴുന്നള്ളി മഹാപ്രഭു. ചോദിച്ചതാണോ കൊടുത്തത്? അല്ല, ചോദിച്ചതിനേക്കാൾ 1000 ഇരട്ടി കാര്യങ്ങൾ കൊടുത്തു. അതെന്തൊക്കെയാ? ആയുസ്, ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ കഥയുള്ള കാലം വരെ ആയുസ്. ബലവും, ആരോഗ്യം സർവ്വതനാൽ പ്രധാനം. ബലവും പേരും, സത്പേര്. കുചേലൻ്റെ കഥ ഭാഗവതത്തിൽ എപ്പോഴാണ് വരുന്നത്? ദശമസ്കന്ധത്തിൽ അവസാനമാണ് വരുന്നത്. ശ്രദ്ധിക്കണം, ഇതൊക്കെ വെറുതെ ഇങ്ങോട്ട് വായിച്ച് തള്ളില്ല. സമ്പത്തും വംശപുഷ്ടിയും, സമ്പത്തുണ്ട്, വംശപുഷ്ടി. അതല്ലേ കുചേലന് കുത്തികൾ ധാരാളുണ്ട്. വംശപുഷ്ടിയും സൗന്ദര്യവും കനഞ്ഞേകി എഴുന്നള്ളി മഹാപ്രഭു. ഇതി ശ്രീകൃഷ്ണ കഥാമൃതേ കലികൽമഷനാശനേ ലീലാകാണ്ഡേ 3+100 സർഗഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നല്ലൊരു ട്രീറ്റാണ് എനിക്ക് കിട്ടിയത്. 27 മിനിറ്റിൽ നല്ലൊരു ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിമനോഹരമായിട്ടൊരു ട്രീറ്റ് ഞാൻ അനുഭവിച്ചു. അതിൻ്റെ ഹാങ് ഓവർ മതി ഇന്നത്തെ ദിവസത്തിന്. മനസ്സിലായില്ലേ? ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശംസകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.